അങ്ങനെ നമ്മുടെ ഓണവും ഓണപരിപാടിയും ഓണാഘോഷങ്ങളും ഓണത്തിനുള്ള ഒത്തുചേരലും എല്ലാം കഴിഞ്ഞു ഗെയ്സ്, തിരിച്ചെത്തി. അപ്പോൾ ഇന്ന് സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും രാവിലെ വന്നു, എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഓണത്തിൻ്റെ പിന്നെ ഡ്രസ്സുകളും പിന്നെ ഓണത്തിന് പോയിച്ച് വന്ന് ബാക്കി ഉപ്പേരി, ശർക്കര വരട്ടി, പിന്നെ മാങ്ങ അച്ചാറ്, ഇനിയുള്ള ദിവസത്തേക്കുള്ള തേങ്ങ, പിന്നെ ഓണത്തിൻ്റെ ബാക്കി ചേന, പിന്നെ ഒരു കരിമ്പ് കഷ്ണം കണ്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളുമായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇനി കുറേ ദിവസം ഇവിടെ. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുറേ ഓണാഘോഷങ്ങളും കുടുംബസംഗമവും നമ്മുടെ നന്ദൂസിൻ്റെ കുറേ പരിപാടിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രാവശ്യവും എല്ലാവരും കൂടെ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ എല്ലാവരും പിരിയുമ്പോഴായിരിക്കും ഒരു ഫാമിലി ഫോട്ടോ എടുത്തില്ല എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഈ പ്രാവശ്യം ഓണത്തിന് എല്ലാവരും കൂടെ വന്നപ്പം നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുത്തതാണ് ഇപ്പം കണ്ടത്. ഇത് നമ്മുടെ നന്ദൂസും ബിന്ദുവും കൊച്ചുമോനും എല്ലാവരും കൂടെ അവരുടെ ഒരു കുടുംബ സംഗമം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോൾ എടുത്ത കുറേ ഫോട്ടോകളും വീഡിയോകളുമാണ്. നമ്മുടെ നന്ദൂസിനുണ്ടല്ലോ ഇപ്രാവശ്യം സ്കൂളിലത്തേക്ക് അവന് ലെമൺ ആൻഡ് സ്പൂണിന് ചേരാൻ വേണ്ടി ലെമണും സ്പൂണും ഒക്കെ തയ്യാറാക്കി ബാഗിനകത്ത് വെച്ചിരുന്നു കേട്ടോ. പക്ഷേ സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ പരിപാടിയില്ല, ഓണപരിപാടികളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അങ്ങനെ അവന് ഭയങ്കര സങ്കടമായി. ആ നാരങ്ങ കണ്ട് ഉണങ്ങിക്കിടന്നിട്ട് ഇന്നലെ എങ്ങാണ്ട് ആ ബിന്ദു ബാഗിനകത്തുനിന്ന് എടുത്ത് കളഞ്ഞത്. അപ്പോൾ അവൻ ഈ കുടുംബ സംഗമത്തിൽ കണ്ടോ ലെമൺ ആൻഡ് സ്പൂണിന് പങ്കെടുക്കാനൊരവസരം കിട്ടി. അവന് ഭയങ്കര സന്തോഷമായി. എന്ന് മാത്രമല്ല അവനായിരുന്നു അതിൽ ഫസ്റ്റും കിട്ടിയത്. അങ്ങനെ ഒരു ജഗ്ഗൊക്കെ സമ്മാനമായിട്ട് കിട്ടി കേട്ടോ. ഒരു ജഗ്ഗ്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ജഗ്ഗ് കിട്ടി കണ്ടോ. ലെമൺ ആൻഡ് സ്പൂണ് ആദ്യം 2-3 റൗണ്ട് മത്സരങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആദ്യമൊക്കെ ഫസ്റ്റ് അടിച്ച് പിന്നെ വന്ന് ഫൈനലിൽ വന്ന് അങ്ങനെ അവന് ഫസ്റ്റ് കിട്ടി. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. കാര്യം സ്കൂളിലോ പങ്കെടുക്കാൻ പറ്റിയില്ല. അവന് നാരങ്ങയൊക്കെ മേടിച്ച് സ്പൂണും ഒക്കെ ആയിട്ട് പോയതായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് സ്കൂളിൽ ഓണപരിപാടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞത്. അങ്ങനെ ആ പരിപാടി അവൻ ഇവിടെ അങ്ങ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആവശ്യം അവനിവിടെ പരിപാടി അവതരിപ്പിച്ച് ഫസ്റ്റ് മേടിച്ചങ്ങ് തീർത്തു. പിന്നെ കുറേ പരിപാടികളുണ്ടായിരുന്നു. വലിയവരുടെയും മുട്ടായി വെറുക്കലിന് പകരം കടല വെറുക്കൽ, പിന്നെ നന്ദൂസ് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിനുണ്ടായിരുന്നു. അതിന് ആദ്യം ചെറിയ പിള്ളേരുടെ കൂടെയൊക്കെ ആയപ്പോൾ ഫസ്റ്റൊക്കെ കിട്ടി കേട്ടോ. പക്ഷേ ഫൈനൽ വന്നപ്പം ജൂനിയറും സീനിയറും എല്ലാവരും കൂടെ ഒന്നിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവന് വലിയവരുടെ കൂടെ പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും അവന് ഏറ്റവും സന്തോഷം ഈ ലെമൺ ആൻഡ് സ്പൂണിൽ പങ്കെടുക്കാൻ പറ്റിയതായിരുന്നു. അങ്ങനെ അവരെടുത്തുകൊണ്ട് വന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെയാണേ കണ്ടോ. താഴെ പോയി തുടങ്ങുന്നതിന് മുമ്പായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും അവസരം കൊടുത്ത് അങ്ങനെ നമ്മുടെ നന്ദൂസിന് ഫസ്റ്റ് കിട്ടി. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോകളും കാഴ്ചകളൊക്കെ കാണാം. മത്സരം ആരംഭിക്കുന്നതിന് ആരംഭിക്കാം. ശരി, ആരംഭിക്കാം. ഓക്കെ.
ഓരോന്നേ പറക്കിടാവെന്ന് പറ. പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന കപ്പിലേക്ക് ഒരു സമയം ഒരു കടൽ മാത്രമേ പറിക്കാവൂ. എല്ലാവരും ഒന്ന് കൈകൾ പ്രോത്സാഹിപ്പിച്ച് ഒരു സമയം ഒരു കടൽ മാത്രമേ കപ്പിലേക്കാവൂ. ഈ മത്സരങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും കൈകൾ പ്രോത്സാഹിപ്പിച്ച് ഫോട്ടോകൾ എടുക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ എടുക്കുന്ന ഫോട്ടോകൾ മൂല്യമായ ആ ഫോട്ടോകൾ കമ്പനി മണ്ഡലം ജില്ലാ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യണം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആചാര്യന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആചാര്യന്മാരെടുക്കുന്ന ചിത്രങ്ങളാണ് നമ്മുടെ ഗ്രൂപ്പിന് നാളെ അലങ്കാരമായി മാറുന്നത്. നമ്മുടെ ഇവിടെ ഇന്ന് നടന്ന ഈ മത്സരം കമ്പനി മണ്ഡലം കൊല്ലം ജില്ലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇന്നത്തെ ആഘോഷമായി നടത്തുന്ന ഈ മത്സരങ്ങളുടെ ചിത്രങ്ങൾ നാളെ ഇതിൽ പങ്കെടുക്കുവാൻ കഴിയാതെ പോയവർക്ക് കണ്ട് അഭിനയപ്പെടാനുള്ള അവസരങ്ങളായി മാറട്ടെ. അതുകൊണ്ട് ഗ്രൂപ്പുകളിൽ അതെ ഇഞ്ചോടിച്ച് മത്സരം തുടങ്ങുകയാണ്. വിസിലടിയോടുകൂടി ആരംഭിക്കുകയാണ്. താഴെ പോയി. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. അതുപോലെ തന്നെ ആ കയ്യിൽ തട്ടിയാൽ ഔട്ടാണ്, പുറമോട്ട് നിൽക്കാം. കയ്യിൽ തട്ടിയാൽ ഔട്ടാണ്, അതുകൊണ്ട് പുറമോട്ട് നിന്ന് പിടിക്കുക, കൈ നീട്ടിപ്പിടിക്കുക, രണ്ടുപേരും കൊണ്ട് പിടിക്കുക, ഏറ്റവും അവസാനം വരയ്ക്കുക. അതാണ് പ്രിയ അങ്ങനെ കൈമാറ്റിയിരിക്കുകയാണ്. പ്രിയ ഔട്ടായി. ഈ രണ്ടുപേരാണ് നിൽക്കുന്നത്. രണ്ടുപേരിൽ ആരാണ് എന്നുള്ള ചോദ്യത്തിന് നമ്മൾ വാശിയേറിയ ഒരു കയ്യടിയും കൂടെ കൊടുക്കാം. രണ്ടുപേരും നടുവിൽ അങ്ങനെ കൈ ഊതിക്കൊണ്ട് കട്ടയിൽ അങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആരാണ് എന്ന് നമുക്ക് ചിന്തിച്ചുകൊണ്ട് ഈ കട്ടത്തി മത്സരം വളരെ വാശിയേറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാശിയേറിയ മത്സരത്തിൽ ആരെയും ആർക്കും എന്ന് നമ്മളങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കായൽ തൊടാതെ എന്നുള്ള പുറമോട്ട് നിൽക്കുന്നത് കളിക്കുന്നതാണ്. കൈ നീട്ടിപ്പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൈ പൊക്കി തന്നെ നിൽക്കാം. എങ്ങനെയാ അതിന്റെ ഒരു ഭംഗിയുള്ളൂ. ആ കൈ പിടിക്കുന്നത് നമ്മൾ കട്ട ഇങ്ങനെ പൊക്കി പിടിക്കുന്നു. എത്രയും അങ്ങനെ ഉചിതമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിന് ബാലൻസ് ഉണ്ടാവും. ഇത് നമ്മൾ പൊക്കി പിടിക്കുന്നതിന് ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് കട്ട ഇങ്ങനെ പിടിച്ചു നിന്നാൽ മാത്രമേ നമുക്ക് സമ്മാനം കൊടുക്കാറുള്ളൂ. അതുപോലെ നമുക്ക് കയറ് ആ കെട്ടിയിരിക്കുന്നതിനകത്ത് കൈ തട്ടിയാൽ ഉണ്ടാവും. ഇത് വാശിയേറിയ മത്സരമാണ്. എല്ലാവർക്കും കൂടെ ഒന്നും കൂടി ക്ലാപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ കട്ടപിടി മത്സരം ഇനിയും നമ്മൾ മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആരാകും എന്ന് ഒരു വളരെ ആയിട്ട് എല്ലാവരും ക്ലാപ്പ് ചെയ്ത് കണ്ട എങ്ങനെയെങ്കിലും താഴെ ഏൽപ്പിക്കാൻ നോക്കുക. അതാ ാണ് അതുപോലെ നമ്മുടെ പ്രസിഡന്റ്
മതിലിന്റെ വേലിയാണ് ഇപ്പോഴത്തെ കര, കുളം, കര, കുളം, കുളം, കര, കുളം, കര, കര, കുളം, കുളം, കര, കുളം, കര, കുളം, കര, കര, കുളം, കുളം, കര, കുളം, കര, കുളം, കര, കുളം, കുളം, കര, കുളം, കുളം, കുളം. കുളം, കര, കുളം, കുളം, കര, കര, കുളം, കര, കുളം, കര, കുളം, കര, കുളം, കര, കുളം, കുളം, കര, കള, കുളം, കര, 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 കുളം, കുളം, കര, കര, കുളം, കര, കുളം, കര, കുളം, കര, കര, കുളം, 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 കര, കുളം, കര, കര, കുളം, കുളം, കര, കര, കുളം, കുളം, കര, കുളം, കര, കര, കുളം. അപ്പോഴേ അടുത്ത ഇനി അങ്ങ് കണ്ടോ?